ഒരു പൊളിറ്റീഷ്യനിൽ നിന്നും അയാൾ റോൾ മോഡൽ ആകുന്ന കാലമെന്ന് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം. ഒന്നുമില്ലായ്മ അയാൾ ഒരു വിജയിയാകുമെന്ന് പ്രതീക്ഷയില്ലാതെ ആരെങ്കിലും ജീവിതം ചെയ്തു കൂട്ടുന്നതെല്ലാം എതിർചേരിയിലുള്ളവർക്ക് പരിഹസിക്കാനുള്ള കാരണങ്ങൾ, പറയുന്നതെല്ലാം വാസ്തവമെങ്കിലും കേൾക്കാൻ കൂട്ടാക്കാത്ത ചുറ്റുപാടുകൾ, കനൽ വഴി താണ്ടിയ ബാല്യവും അർപ്പണബോധമുള്ള യുവത്വവും അയാളിൽ ഒരു കഴിവിനെ കണ്ടിരുന്നത് ഒരു പതിറ്റാണ്ട് കൊണ്ട് അപശബ്ദങ്ങൾ അതില്ലാതെയാക്കി. അത് സത്യമാകുമെന്ന് കരുതി തന്റെ കൂടെയുള്ളവർക്ക് പോലും ശത്രുപാളയത്തിൽ കയറി അയാൾക്ക് നേരെ ഒളിയമ്പുകൾ ഉയർത്തു. ഒരുപാട് വേദനയും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയ ഒരു പതിറ്റാണ്ടു കാലം. എന്നാൽ മുമ്പ് സുഖലോലുപനായി ജീവിച്ചു എന്നതിന് അർത്ഥമില്ല. എങ്കിലും മുൻപ് അയാളിലെ വാക്കുകൾക്ക് വിലയും നിലയും കൽപ്പിച്ചിരുന്ന ഒരാൾ കൂട്ടമുണ്ടായിരുന്നു. കഴിഞ്ഞ പതിറ്റാണ്ടിൽ അത് താരതമ്യേന കുറഞ്ഞു. മിത്രങ്ങളും ശത്രുക്കളായി. എല്ലാം അയാളിലെ സർവ്വതിനെയും തകർക്കാൻ ഒരു കൂട്ടിവെച്ച ആയുധമായി ഒരുങ്ങി. അയാൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയിലെ താഴേക്കിടയുള്ളവർ കൂടൊഴിഞ്ഞു പോകുന്നത് പോലും അയാളിലെ കുറ്റമായി ശത്രുക്കൾ ഏറ്റെടുത്തു. ശത്രുപക്ഷം ശക്തി ആർജിച്ചപ്പോൾ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവർ പോലും അയാളെ രഹസ്യമായി കളിയാക്കാൻ തുടങ്ങി. പക്ഷേ അയാൾ പിന്തിരിഞ്ഞില്ല. അയാൾ ജനങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിയിക്കാൻ അയാൾ നടന്നു തുടങ്ങി. പരാജയമല്ലാതെ മറ്റൊന്നും മുൻപിലില്ല എന്നുറപ്പുണ്ടായിട്ടും തന്റെ ചുവടുകൾ പിഴയ്ക്കാതെ മുമ്പോട്ട് വെച്ചു. കാലങ്ങളേറെ താണ്ടി അയാൾ ആ ലക്ഷ്യത്തിലെത്തി. ഒന്നുമില്ലായ്മയിൽ നിന്ന് മുൻപ് പറഞ്ഞിരുന്ന അതേ ഇടത്ത് നിന്ന് മുൻപ് പറഞ്ഞത് ആരെക്കുറിച്ചാണോ അവരുടെ മുഖത്ത് നോക്കി അതേ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു തുടങ്ങി. സാമ്രാജ്യത്തിലെ അധിപനാകാൻ കഴിഞ്ഞില്ലെങ്കിലും അതേ സാമ്രാജ്യത്തിലെ സംരക്ഷകനാകാൻ അയാൾക്ക് കഴിഞ്ഞു. ഇന്ന് അയാൾ വലിയ പ്രതീക്ഷയാണ്. അയാളെ തെളിഞ്ഞു പരിഹസിച്ചവർക്കിന്ന് ഒളിഞ്ഞു പരിഹസിക്കാൻ പോലും ഭയമായി. അതാണ് ഒരു മനുഷ്യന്റെ വാല്യൂ. അതാണ് കൊന്നുകളഞ്ഞാലും രക്തത്തിൽ നിന്നും മായാത്ത നിലപാട്. ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണെങ്കിലും ഞാനിതാ നിങ്ങളോട് പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അയാൾ നാമാവശേഷമാവുകയാണെങ്കിൽ പോലും അയാൾ ഒരു ചരിത്രമാണ്. വീണു പോകാത്ത ചുവടുകളുടെ, ഇട്ടേച്ചു പോകാത്ത അർപ്പണബോധത്തിന്റെ ചരിത്രം. ആർക്കും ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒന്നാം തരം മോട്ടീവ്. അതാണ് രാഹുൽ ഗാന്ധി. ഒരു കാലത്തും ഇന്ത്യ ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രാഹുൽ ഗാന്ധി ഒരു വിപ്ലവമായി തന്നെ ചരിത്രത്തിൽ ജീവിക്കും.